ദിവ്യ പ്രതിഷേധം ആരംഭിക്കുമ്പോൾ മുൻപ് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസമായിരുന്നു ഈ പാർലമെന്റ് പരിസരത്ത് അടക്കം നടന്നത്. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിലായിരുന്നു ഈ ബാരിക്കുകൾ അടക്കം നിരത്തിക്കൊണ്ട് പ്രതിപക്ഷ എംപിമാരെ തടയുകയും അവിടെ നിന്ന് പിന്നീട് വലിയ പ്രതിഷേധം എംപിമാരുടെ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തു. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് എംപിമാരെ അടക്കം അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ പോലീസ് നീക്കി. പോലീസ് പിന്നീട് അവരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും 2 മണിക്ക് ശേഷം അവരെ വിട്ടയക്കുകയുമായിരുന്നു. പക്ഷേ പ്രതിപക്ഷ എംപിമാർ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാരണം 2 മണിക്ക് പാർലമെന്റ് ആരംഭിച്ചപ്പോൾ പോലും തങ്ങളെ വിട്ടില്ല. കാരണം ചില ബില്ലുകളടക്കം കേന്ദ്ര സർക്കാർ പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നു. ഇത് പാസ്സാക്കുന്നത് വരെ ഇത്തരത്തിൽ തങ്ങളെ പുറത്തുവിടുന്നത് വൈകിപ്പിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തോടെയും BJPയുടെ നിർദ്ദേശത്തോടെയും ഒരു ഇടപെടൽ നടന്നു എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ അടക്കം ആരോപിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടരുമെന്ന് തന്നെ. കാരണം ഇനിയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഉണ്ടാകാൻ പാടില്ല. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെ പ്രതിപക്ഷ എംപിമാർ അടക്കം വ്യക്തമാക്കുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കന്മാരുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോർച്ചയിലടക്കം ഒരു അന്തിമ രൂപം രാജ്യവ്യാപക ക്യാമ്പയിനാണ് കോൺഗ്രസ് തയ്യാറാകുന്നത്. അതിന്റെ ഒരു അന്തിമ രൂപം നൽകുവാനാണ് അല്പസമയത്തിനകം കോൺഗ്രസ് ACC ആസ്ഥാനത്ത് ഒരു യോഗം. പ്രതിഷേധത്തിനിടെ വനിതാ എംപിമാരൊക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നല്ലേ? ചില വനിതാ എംപിമാർക്ക് ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടു. കാരണം വലിയ പ്രതിഷേധം 300ഓളം എംപിമാരും അതുപോലെ തന്നെ നിരവധി പ്രവർത്തകരടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. പോലീസ് ഇത്തരത്തിൽ ബാരിക്കേഡ് അടക്കം നിരത്തിക്കൊണ്ട് അവർ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൽഹിയിലെ കാലാവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്, കനത്ത ചൂടാണ്. എന്തായാലും ചില എംപിമാർക്ക് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും അവരെ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റുകയുമായിരുന്നു. മഹോമൈത്ര അടക്കമുള്ള എംപിമാർക്കാണ് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. എന്തായാലും അവർ ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ എംപിമാർ വ്യക്തമാക്കുന്നത്. പക്ഷേ എത്രത്തോളം തങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആം ആദ്മി പാർട്ടി നേതാക്കൾ ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പക്ഷേ ഇന്നത്തെ പ്രതിഷേധത്തിൽ ആം ആദ്മി കൂടി പങ്കുചേർന്നിരിക്കുന്നു. ഇന്ത്യ സഖ്യം ഒരിക്കൽ കൂടി ശക്തമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വരും ദിവസങ്ങളിലും പാർലമെന്റിലടക്കം കൃത്യമായി വിഷയം ഉയർത്തുവാൻ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. രാഹുലിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം. കാരണം കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഇത്രയും ഒരു ക്രമക്കേട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മീഡിയോടക്കം ഇന്ന് തൃശ്ശൂരിലെയും ചില ക്രമക്കേടുകൾ അടക്കം പുറത്തുവിട്ടിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലുള്ള തെളിവുകൾ അടക്കം പുറത്തുവിടാൻ തന്നെ ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ബീഹാറിലും കേരളത്തിലും അടക്കം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരമുള്ള ക്രമക്കേടുകൾ ആവർത്തിച്ചാൽ അത് BJPക്ക് അനുകൂലമായി വരുമെന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരും. തങ്ങളെ അടിച്ചമർത്തിയാലും തങ്ങളെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ അനുവദിക്കാതിരുന്നാലും ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്ന് തന്നെ പ്രതിപക്ഷ എംപിമാർ വ്യക്തമാക്കുന്നു. കാരണം ഇന്ന് 12 മണിക്ക് 30 എംപിമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നു. പക്ഷേ ആ പ്രതിഷേധ സമയത്ത് ആ എംപിമാർക്ക് പോലും മുന്നോട്ട് പോകാൻ പോലീസ് അനുവദിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെ എംപിമാർ വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള സമര പരിപാടികൾ അതുപോലെ തന്നെ അരവിന്ദ്, ഇന്നത്തെ ഈ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നത് കൂടിയായി മാറി എന്നതിലും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടല്ലേ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും ദിവ്യ, അങ്ങനെ തന്നെയാണ്. കാരണം 300ഓളം എംപിമാർ, ഇന്ത്യ സഖ്യത്തിലെ 300ഓളം എംപിമാരാണ് ഇന്ന് ഈ പ്രതിഷേധത്തിൽ അണിനിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി തങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് യോഗങ്ങളിലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഇന്നത്തെ പ്രതിഷേധത്തിൽ ആം ആദ്മി പാർട്ടി കൂടി പങ്കുചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം ഒരിക്കൽ കൂടി അതിശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങളുമായി തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. കാരണം കൃത്യമായ തെളിവുകളാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ചയ്ക്കും എതിരെ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ രാഹുലിനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ സംസ്ഥാനങ്ങൾ, കാരണം പ്രതിപക്ഷ പാർട്ടികളുള്ള സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പരിശോധനകളും അതുപോലെ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഇന്ത്യ സഖ്യ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരമുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഇന്ത്യ സഖ്യം അതിശക്തമായി തന്നെ മുന്നോട്ട് വരുമെന്ന് തന്നെ ഇന്നത്തെ ഒരു പ്രതിഷേധത്തിൽ നിന്നും വ്യക്തമാണ്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ സമീപകാലത്ത് ഒരു പ്രതിഷേധം പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും ശക്തമായ ഒരു പ്രതിഷേധം സമീപകാലത്ത് നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നില്ല. പാർലമെന്റിലടക്കം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉയർത്തി ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നത്. എന്തായാലും പാർലമെന്റിന് പുറത്തേക്ക് കൂടി ഈ പ്രതിഷേധം അതിശക്തമായി തന്നെ എത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ചുമതലയുള്ള നേതാക്കന്മാരുടെയും യോഗം ചേരാൻ പോവുകയാണ്. ഒരു രാജ്യവ്യാപക ക്യാമ്പയിന് കൂടി കോൺഗ്രസ് തയ്യാറെടുക്കുന്നു.
വരുന്നു. അതിന്റെ ഒരു അന്തിമ രൂപം ഇന്ന് 4:30 കൂടി ചേരുന്ന യോഗത്തിലുണ്ടാകും. ഇന്ന് വൈകുന്നേരം 7:30 ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ ഒരു യോഗം ചേരുന്നുണ്ട്. തുടർ സമര പരിപാടികളടക്കം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുവാൻ തന്നെ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു അടിച്ചമർത്തലിനും തങ്ങളെ ഒരു തലത്തിലും പ്രതിരോധിക്കാൻ സാധിക്കില്ല. കള്ളത്തരത്തിലൂടെയാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയെന്ന മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്.